നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിൽ വരുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും കോട്ടയത്തെ UDF സ്ഥാനാർത്ഥിയുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ 24-നോട്. കോട്ടയത്ത് 3 തവണ വിജയിച്ച തിരുവഞ്ചൂർ ഇത് 4ാം തവണയാണ് ജനവിധി തേടുന്നത്. 24 ബാറ്റിൽ ഗ്രൗണ്ടിൽ PP ജെയിംസിനോടാണ് തിരുവഞ്ചൂർ വിജയപ്രതീക്ഷ പങ്കുവച്ചത്. ബാറ്റിൽ ഗ്രൗണ്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് അഡ്വക്കേറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? വമ്പിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. ഏറ്റവും അവസാനമായിട്ട് ഈ പ്രചരണത്തിൽ ഉയർന്നു വന്നിരിക്കുന്നൊരു വിഷയം FCRA ആണ്. അതെങ്ങനെയാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രതിഫലിക്കുക? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് FCRA വഴി കിട്ടുന്ന പണം പലതും ചാരിറ്റി പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കുകയാണ്. അങ്ങനെ ചാരിറ്റി പ്രവർത്തനത്തിന് വിനിയോഗിക്കാൻ പറ്റാത്ത വിധത്തിൽ അതെല്ലാം തടഞ്ഞാൽ ആ രംഗം കൂടി ഗവൺമെൻറ്റിന് കവർ ചെയ്യാൻ പറ്റുമോ? സാധ്യമല്ല. ഒരു ഭരണവിരുദ്ധ വികാരമുണ്ടെന്ന് പ്രതിപക്ഷം പറയുന്നു. പക്ഷെ അങ്ങനെ ഒന്നും ഇല്ലെന്നാണ് ഭരണപക്ഷം പറയുന്നത്. സർവേകളിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് യാഥാർത്ഥ്യം? ഭരണപക്ഷം പറയുന്ന അവർ കണ്ടാടി നോക്കി അവരുടെ സൗന്ദര്യം അവർ സ്വയം വിലയിരുത്തുന്നത് പോലെയാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ശബരിമല സ്വർണ്ണക്കള്ള വലിയ രീതിയിൽ ആരോപിക്കുന്നില്ല. അതിൻ്റെ അർത്ഥം അതിലിനി പ്രസക്തി നഷ്ടപ്പെട്ടു എന്നുള്ള ചിന്ത കോൺഗ്രസിനുണ്ടോ? ശ്രീ രാഹുൽ ഗാന്ധി കേരളത്തിലെ വിസിറ്റ് നടത്തിയ ആദ്യത്തെ പ്രസംഗത്തിൽ, അതും പത്തനംതിട്ട ജില്ലയിൽ, അയ്യപ്പൻ്റെ സ്വർണം കട്ടത് ആരപ്പ എന്ന് പരസ്യമായി അദ്ദേഹം മലയാളത്തിൽ തന്നെ ചോദിച്ചല്ലോ. ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് മൂന്നാമതും ഭരണം എന്നുള്ളതാണ്. അതിനവരൊരു നേതാവ് ക്യാപ്റ്റനായിട്ട് പിണറായി വിജയനെ അവതരിപ്പിച്ചിരിക്കുന്നു. പക്ഷെ കോൺഗ്രസിന് ആരാ നേതാവ്? ഇന്ന് ആ തരത്തിലൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാനില്ല എന്നാണ് ഭരണപക്ഷം ആരോപിക്കുന്നത്. ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ച് ഇപ്പോഴേ പറയേണ്ട കാര്യമില്ല. ഞങ്ങളിപ്പോൾ ഭൂരിപക്ഷത്തെക്കുറിച്ചാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടാകണം. എത്ര സീറ്റ് കിട്ടും? ഞങ്ങൾക്ക് നിശ്ചയമായിട്ടും ഒരു 110-നടുത്ത് വരുന്ന രൂപത്തിലെ കാര്യങ്ങളുടെ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം ആരംഭിച്ചപ്പോൾ തന്നെ UDF ഉന്നയിച്ചൊരു ആരോപണമാണ് CPM BJP ഡീൽ. CPM ഡീൽ നടത്താത്ത ആരുണ്ട് കേരളത്തിൽ? തുച്ഛമായി 1-2 പാർട്ടികൾ വല്ലതും ഉണ്ടാവും. അവർ പറയുന്നത് അതേ ഡീൽ UDF നടത്തിയിട്ടുണ്ടെന്നാണ്. ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവരായിട്ട്. അതല്ല, LDF എന്ന് പറയുന്ന ഒരു സംവിധാനം ശ്രീ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? അവശേഷിക്കുന്ന ജനാധിപത്യ വിശ്വാസികളെ എല്ലാം മറ്റൊരു ചേരിയിൽ ചേർത്ത് ശ്രീ K കരുണാകരൻ്റെ നേതൃത്വത്തിൽ UDF ഉണ്ടാക്കി. അതെന്തുകൊണ്ട്? അവരെടുത്ത ആക്ഷന് കൗണ്ടറായിട്ട് ഞങ്ങളെടുത്തൊരു സമീപനമാണ്. കോട്ടയത്ത് സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് സമകാലീന രാഷ്ട്രീയ സംഭവവാസങ്ങളെക്കുറിച്ച്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.